നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി. PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ഇടുക്കി രൂപത രണ്ടാം നോമ്പുകാല തീർത്ഥാടനം 22-ാം തീയതി എഴുകുംവയൽ കുരിശുമലയിലേക്ക്. കൊടും ചൂടിൽ ചുട്ടുപൊള്ളുന്ന സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴയെത്തുന്നു. RLV രാമകൃഷ്ണന് നേരെ ജാതി അധിക്ഷേപം. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. ഇന്ത്യ സമാധാന ദൂതർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയെ ക്ഷണിച്ച് പുടിനും സെലൻസ്കിയും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈനിലും വരുന്ന വാർത്തകളുടെ വസ്തുതാ പരിശോധന നടത്തുന്നതിന് യൂണിറ്റ് രൂപവൽക്കരിച്ചുകൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേന്ദ്ര സർക്കാർ ബുധനാഴ്ച പുറത്തിറക്കിയ വിജ്ഞാപനം സ്റ്റേ ചെയ്തത്. വിജ്ഞാപനം പുറത്തിറക്കി 24 മണിക്കൂറിനകം ഇത് സ്റ്റേ ചെയ്തത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയായി. ബോംബെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെയാണ് സ്റ്റേ. ഏപ്രിൽ 15-നാണ് ബോംബെ ഹൈക്കോടതി ഇനി കേസ് പരിഗണിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഉള്ളടക്കമോ സർക്കാരിന്റെ കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യാജമെന്ന് മുദ്രകുത്തിയാൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ അവ നീക്കം ചെയ്യേണ്ടി വരുന്ന തരത്തിലായിരുന്നു ഫാക്ട് ചെക്ക് യൂണിയന്റെ പ്രവർത്തനം. കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വസ്തുതാ പരിശോധന നടത്താനുള്ള നീക്കത്തിനെതിരെ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കാമറ എന്നിവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഹർജികൾ പരിഗണിക്കുന്നത് കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസമാണ് വാർത്തകളുടെ പരിശോധനയ്ക്ക് PIBക്ക് ചുമതല നൽകി കേന്ദ്രം വിജ്ഞാപനമിറക്കിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നീക്കം സർക്കാരിനെതിരായ വിമർശനങ്ങളെ തടയാനാണെന്ന് ആക്ഷേപമുയർന്നിരുന്നു. അശ്ലീലം, ആൾമാറാട്ടം അടക്കം 8 തരം ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള പരാതികളിൽ സമൂഹമാധ്യമ കമ്പനികൾ നടപടിയെടുക്കേണ്ട സമയം 72 മണിക്കൂറാണ്. കേന്ദ്രം വ്യാജമെന്ന് കണ്ടെത്തുന്ന വാർത്തകളും 2021-ലെ IT ഇന്റർമീഡിയറി ചട്ടത്തിന്റെ ഭേദഗതിയിലൂടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ചട്ടഭേദഗതിക്കെതിരെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അടക്കം രംഗത്ത് വന്നിരുന്നു. ഇടുക്കി രൂപത രണ്ടാം നോമ്പുകാല തീർത്ഥാടനം എഴുകുംവയൽ കുരിശുമലയിലേക്ക്. ക്രൂശിതനൊപ്പം അനുതാപത്തിന്റെയും പരിഹാരത്തിന്റെയും പാതയിൽ ഒന്നായി യാത്ര ചെയ്യാം എന്ന ആപ്തവാക്യവുമായാണ് ഈ വർഷവും തീർത്ഥാടനം നടത്തുക. നോമ്പിനോടനുബന്ധിച്ച് ഇടുക്കി രൂപതയുടെ രണ്ടാമത്തെ കാൽനട കുരിശുമല തീർത്ഥാടനം 22-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്നത്. ഹൈറേഞ്ചിലെ പ്രസിദ്ധ കുരിശുമലയായ എഴുകുംവയലിലേക്ക് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ ആത്മീയ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുന്നത്. 4 കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഈ വർഷം കാൽനട തീർത്ഥാടനം ആരംഭിക്കുന്നത്. പാണ്ടിപ്പാറയിൽ നിന്നും രാവിലെ 4:30-നും, വെള്ളയാംകുടിയിൽ നിന്നും 7 മണിക്കും, ഉദയഗിരിയിൽ നിന്ന് 6:30-നും, തോപ്രാംകുടിയിൽ നിന്ന് 5:30-നും തീർത്ഥാടനം ആരംഭിക്കും. രാവിലെ 8:30-ന് എല്ലാ തീർത്ഥാടനങ്ങളും വെട്ടിക്കാമറ്റം കവലയിൽ എത്തിച്ചേരും. അവിടുന്ന് സംയുക്തമായി നടക്കുന്ന തീർത്ഥാടനം എഴുകുംവയൽ കുരിശുമലയിലേക്ക് നീങ്ങും. 9 മണിക്ക് മലയടിവാരത്തിലുള്ള കപ്പേളയിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശിന്റെ വഴിയായി മല കയറും. 40-ാം വെള്ളിയാഴ്ച രൂപതയുടെ തീർത്ഥാടന ദിനമായാണ് ആചരിക്കുന്നത്. കുമ്പസാരിച്ചൊരുങ്ങി മല കയറുന്നവർക്ക് സഭ നിശ്ചയിച്ചിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കുമെന്നും അറിയിച്ചു. പാണ്ടിപ്പാറയിൽ നിന്നുള്ള 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീർത്ഥാടനത്തിന് ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകും. മലമുകളിൽ സമാപനാശീർവാദവും 40-ാം വെള്ളിയുടെ സന്ദേശവും അഭിമന്യ പിതാവ് നൽകും. തുടർന്ന് അഭിമന്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. തീർത്ഥാടകരായി എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ക്രമീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രൂപതയുടെ വിവിധ സെന്ററുകളിൽ നിന്ന് കാൽനടയായും അതിന് കഴിയാത്തവർക്ക് വാഹനങ്ങളിലും തീർത്ഥയാത്രയിൽ പങ്കെടുക്കാമെന്നും രാത്രി മുഴുവനും തീർത്ഥാടകർക്ക് മല കയറുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതായും അറിയിച്ചു. കുടുംബ പ്രശ്നങ്ങൾ, കടബാധിതം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, വിവാഹം നടക്കാതെയും ജോലി ലഭിക്കാതെ നിരാശരായി കഴിയുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയും വിശ്വാസത്തെ പ്രതി പീഡനം സഹിക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയുമാണ് ഈ വർഷത്തെ പ്രത്യേക നിയോഗം. 2025-ൽ ആചരിക്കുന്ന ജൂബിലിയുടെയും അതിനൊരുക്കമായി ഈ വർഷം ആചരിക്കുന്ന പ്രാർത്ഥനാ വർഷത്തിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ വർഷത്തെ തീർത്ഥാടനം നടക്കുന്നത്. നൃത്ത അധ്യാപകനും നർത്തകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം. നർത്തകിയായ കലാമണ്ഡലം സത്യഭാമയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത്. മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ. സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത്. RLV രാമകൃഷ്ണന് കാക്കിയുടെ നിറമാണ്. അദ്ദേഹത്തെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും കലാമണ്ഡലം സത്യഭാമ പരാമർശിച്ചു. ജാതി അധിക്ഷേപത്തിനെതിരെ RLV രാമകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട്. കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്.
തനിക്ക് കാക്കയുടെ നിറമാണെന്നും തന്നെ കണ്ടാൽ പെറ്റതള്ള പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു. ഇതാദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത്. താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ PhD എടുക്കുന്നതിലും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. സംഭവത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്ന് നിരവധി പേർ RLV രാമകൃഷ്ണന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അനിയ, പുഴുക്കുത്ത് പിടിച്ച മനസ്സുകളുള്ളവർ എന്തും പറയട്ടെ. നിങ്ങൾ മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ പ്രതിഭാധനനായ കലാകാരനാണെന്ന് മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. ഉക്രൈൻ റഷ്യ സംഘർഷം തുടരുന്നതിനിടെ ഇരു രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ 5ാം തവണയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് മോദിയുടെ ഫോണിലൂടെയുള്ള ചർച്ച. പുടിനെ അഭിനന്ദിച്ച മോദി റഷ്യൻ ജനതയുടെ സമാധാനത്തിനും പുരോഗതിക്കും ആശംസ അറിയിച്ചു. ഇന്ത്യയെ സമാധാന ദൂതരായിട്ടാണ് ഇരു രാജ്യങ്ങളും കാണുന്നതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങളുടെ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇരുവരും മോദിയെ ക്ഷണിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2018 മോദിയുടെ അവസാനത്തെ റഷ്യൻ സന്ദർശനം. കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമമായ എക്സിലൂടെയും പുടിനെ മോദി അഭിനന്ദിച്ചിരുന്നു. പുടിനുമായുള്ള ചർച്ചയ്ക്കിടെ യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട പരിഹാര ചർച്ചകൾക്കും നയതന്ത്ര മാർഗങ്ങൾക്കും ശക്തമായ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. നയതന്ത്രവും ചർച്ചയുമാണ് മുന്നോട്ടുള്ള വഴിയെന്ന് മോദി സെലൻസ്കിയോടും വ്യക്തമാക്കി. യുക്രൈന് ഇന്ത്യ നൽകുന്ന മാനുഷിക സഹായങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിച്ചു. സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശനം നടത്തിയ യുക്രൈൻ ഉപവിദേശകാര്യമന്ത്രി ഐറിന ബോറോവെറ്റ്സ് പറഞ്ഞിരുന്നു. യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശനത്തിന് എത്തുന്നുണ്ട്. BJPയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങളിൽ കൂടുതൽ വിശദീകരണവുമായി CPMൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ ദേവികുളം MLA S രാജേന്ദ്രൻ. CPMൽ നിന്നും പിന്നോട്ടില്ലെന്നും BJP നേതാവ് പ്രകാശ് ജാവദേക്കർക്കൊപ്പമുള്ള ഫോട്ടോ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തിൽ CPM ആണ് തീരുമാനമെടുക്കേണ്ടത്. ഇന്നലെ തന്നോടൊപ്പം ചാവക്കാട് കാണാനെത്തിയ ദുരൈസ്വാമി വീട്ടിൽ വന്ന് തന്നെ BJPയിലേക്ക് ക്ഷണിച്ച ആളുകളിൽ ഒരാളാണ്. അതിലും മുതിർന്ന നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു. BJPയിലേക്ക് ഇല്ല എന്ന നിലപാട് ഇന്നലെയും അവരെ അറിയിച്ചു. BJPയിലേക്ക് ഇല്ല എന്ന് പറയാനല്ല ഡൽഹിയിൽ പോയത്. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് പോയത്. ജാവദേക്കറുമായി ഈ ആവശ്യം ചർച്ച ചെയ്തത് സൗഹൃദം കൊണ്ട് മാത്രമാണ്, രാജേന്ദ്രൻ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ മുതിർന്ന CPM നേതാവും MLAയുമായ MM മണിയും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസും രാജേന്ദ്രനുമായി വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ പാർട്ടി പരിപാടിയിലും S രാജേന്ദ്രൻ പങ്കെടുത്തു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ദില്ലിയിലെ ജാവദേക്കറുമായുള്ള S രാജേന്ദ്രന്റെ കൂടിക്കാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് S രാജേന്ദ്രനെ CPMയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയിലേക്ക് എന്ന സൂചന S രാജേന്ദ്രൻ തന്നെ നൽകുകയായിരുന്നു. ഇതോടെയാണ് ഇദ്ദേഹവുമായി ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറായത്. കൊടകര കുഴൽപ്പണ കേസിനെ പറ്റി അറിയില്ലെന്ന ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ വാദം ശരിയല്ലെന്ന് സംസ്ഥാന പോലീസ് വൃത്തങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 41 കോടി രൂപ കർണാടകയിൽ നിന്ന് കുഴൽപ്പണമായി എത്തിയതായി ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത്. CPM BJP ഒത്തുകളിയെ തുടർന്നാണ് കൊടകര കേസ് അന്വേഷണം നിലച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കള്ളപ്പണ ഒഴുക്ക് തടയാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കുമ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ കൊടകര കുഴൽപ്പണ കേസിനെ പറ്റി മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറലോട് ചോദിച്ചത്. കേട്ടുകേൾവിയെ ഉള്ളെന്നും പണം തങ്ങൾക്ക് കൈമാറിയിട്ടില്ലെന്നും കൂടുതലൊന്നും അറിയില്ലെന്നുമായിരുന്നു ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ദേബ് ജ്യോതി ദാസ് വ്യക്തമാക്കിയത്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന പോലീസ് വൃത്തങ്ങൾ പറയുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്ന കുഴൽപ്പണം കൊടകരയിൽ കൊള്ളയടിച്ചതും അതിൽ 1,56,00,000 രൂപ പോലീസ് പിന്നീട് കണ്ടെത്തിയതും ഇൻകം ടാക്സിനെയും എൻഫോഴ്സ്മെന്റിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിച്ചിരുന്നു. സംഭവം നടന്നതിന് പിന്നാലെയും അതിനുശേഷവും 3 റിപ്പോർട്ടുകളാണ് ആദായ നികുതി വകുപ്പിന് നൽകിയത്. 2021 ഓഗസ്റ്റ് 8 നൽകിയ അവസാന റിപ്പോർട്ടിൽ കുഴൽപ്പണ ഇടപാടിന്റെ മുഴുവൻ വിശദാംശങ്ങളും അറിയിച്ചിരുന്നു.
41 കോടി രൂപയാണ് കുഴൽപ്പണവുമായി കർണാടകത്തിൽ നിന്ന് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തിയത്. പിടികൂടിയ പണം ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹാജരാക്കിയതും കേസിന്റെ ഭാഗമാക്കിയതും രേഖാമൂലം ഇൻകം ടാക്സ് തൃശൂർ ഓഫീസിനെ അറിയിച്ചിരുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഒന്നും അറിഞ്ഞില്ലെന്ന് ആദായ നികുതി വകുപ്പ് കൈകഴുകുന്നതെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഇൻകം ടാക്സിന് പുറമെ ഇഡിക്ക് ജൂൺ 1-നും ഓഗസ്റ്റ് 2-നും റിപ്പോർട്ട് നൽകിയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് നിരുപാധികം മാപ്പ് പറഞ്ഞ് പതഞ്ജലി. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് പതഞ്ജലിയുടെ ഖേദപ്രകടനം. അവകാശവാദങ്ങൾ അശ്രദ്ധമായി ഉൾപ്പെട്ടതാണെന്നും തെറ്റായ പരസ്യങ്ങൾ നൽകിയതിൽ ഖേദിക്കുന്നുവെന്നും പതഞ്ജലി സത്യവാങ്മൂലത്തിൽ പറയുന്നു. കോടതി ഉത്തരവിനെക്കുറിച്ച് പരസ്യ വിഭാഗത്തിന് അറിയില്ലായിരുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. പതഞ്ജലി MD ആചാര്യ ബാലകൃഷ്ണയാണ് മാപ്പ് പറഞ്ഞത്. കോടതി നേരിട്ട് വിളിച്ചു വരുത്തിയതോടെയാണ് ഖേദപ്രകടനം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പതഞ്ജലിക്കെതിരെ പരാതി ഉന്നയിച്ചത്. അലോപ്പതി അടക്കമുള്ള ആരോഗ്യ ശാഖകളെ കളിയാക്കുന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുവെന്നുമായിരുന്നു പരാതി. പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകിയെങ്കിലും പതഞ്ജലി ഇതിനോട് പ്രതികരിച്ചില്ല. പിന്നീട് കോടതിയലക്ഷ്യ നടപടിയുമായി സുപ്രീം കോടതി മുന്നോട്ട് പോവുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി ബോധിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും പതഞ്ജലിയുടെ ഭാഗത്തു നിന്ന് യാതൊരു മറുപടിയും കോടതിക്ക് ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് ബാബ രാംദേവിനോടും ആചാര്യ ബാലകൃഷ്ണയോടും നേരിട്ട് ഹാജരാകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് പാർട്ടി നികുതി അടയ്ക്കാത്ത വരുമാനം 520 കോടിയിൽ അധികം രൂപയാണെന്ന് ആദായ നികുതി വകുപ്പ്. ഡൽഹി ഹൈക്കോടതിയിൽ ആദായ നികുതി വകുപ്പിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സഹബ് ഹുസൈനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2014 മുതൽ 17 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ കോൺഗ്രസ് പാർട്ടിയുടെ നികുതി പുനർനിർണയിക്കാൻ ആദായ നികുതി വകുപ്പ് നടപടി ആരംഭിച്ചിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി പരിഗണിച്ച ഡൽഹി ഹൈക്കോടതി ബെഞ്ചിന് മുമ്പാകെയാണ് പാർട്ടിയുടെ നികുതി അടയ്ക്കാത്ത വരുമാനം 520 കോടിയിൽ അധികമാണെന്ന് ആദായ നികുതി വകുപ്പ് ആരോപിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ വ്യവസ്ഥകൾക്കെതിരെയാണ് നികുതി പുനർനിർണയം നടക്കുന്നതെന്ന് കോൺഗ്രസ് കോടതിയിൽ ആരോപിച്ചു. എന്നാൽ നിയമം പാലിച്ചുകൊണ്ടുള്ള പുനർനിർണയമാണ് നടക്കുന്നതെന്ന് ആദായ നികുതി വകുപ്പ് വാദിച്ചു. 7 സാമ്പത്തിക വർഷങ്ങളിലെ കോൺഗ്രസ് പാർട്ടിയുടെ നികുതി വരുമാനമാണ് ആദായ നികുതി വകുപ്പ് പുനർനിർണയിക്കുന്നത്. ഇതിൽ 3 വർഷത്തെ നികുതി വരുമാനം പുനർനിർണയിക്കുന്നതിനെതിരായ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഹർജി വിധി പറയാനായി മാറ്റി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി ഈ മാസം 13-ന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ട്രൈബ്യൂണൽ ഉത്തരവിൽ ഇടപെടാൻ കാരണമൊന്നും കാണുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ മാറിയ സാഹചര്യത്തിൽ ട്രൈബ്യൂണലിൽ പുതിയ അപ്പീൽ നൽകാനുള്ള അനുമതി ഹൈക്കോടതി നൽകി. 2018-19 നികുതി നൽകിയില്ലെന്ന് കാട്ടി പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിലെ 105 കോടി രൂപ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. 210 കോടി അടയ്ക്കാനുണ്ടെന്നാണ് വകുപ്പിന്റെ വാദം. കൊടും ചൂടിൽ ചുട്ടുപൊള്ളുന്ന സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴ എത്തുന്നു. 9 ജില്ലകളിൽ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയിലും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇരിഞ്ഞാലക്കുട കേരളസഭ നവീകരണത്തിന്റെ ഭാഗമായി മെയ് 19-ന് രൂപതയിൽ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ലോഗോ പ്രകാശനം കർദിനാൾ മാർ ബസേലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാവ നിർവഹിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടൽ ലോഗോ ഏറ്റുവാങ്ങി. ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും ദിവ്യകാരുണ്യത്തിന്റെ മഹാത്മ്യം വ്യക്തമാക്കുന്ന തരത്തിലാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസിന് 60 ദിവസങ്ങൾ ശേഷിക്കെ മാർച്ച് 19-ന് തൃശൂർ മേരിമാതാ മേജർ സെമിനാരിയിലായിരുന്നു ലോഗോ പ്രകാശനം നിർവഹിച്ചത്.
ഇരിഞ്ഞാലക്കുട രൂപതയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന് വേദിയാകുന്നത്. പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേരെന്ന് പരിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായുള്ള ക്രൈസ്തവ വിശ്വാസം പടർന്നു പന്തലിക്കുന്നതാണ് ദിവ്യകാരുണ്യമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു. CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, രൂപതയിലെ വൈദികരും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.